പക്ഷെ ഇതുകൊണ്ട് മനസ്സിലാക്കാവുന്നത് ഈ വിശ്വാസികളല്ലാത്തവർ ക്ഷേത്രം ഭരിച്ചാൽ എന്തായിരിക്കും അവസ്ഥയെന്നാണ് ഇതിലെല്ലാം നമുക്ക് കാണുന്ന ഒരു സന്ദേഹം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന് ശക്തമായ പരിഹാരം കാണുന്ന തരത്തിൽ നമ്മൾ ഈ വരുന്ന സമ്മേളനത്തിന് നമ്മളൊരു വിഷൻ ഡോക്യുമെൻ്റ് തയ്യാറാക്കി അന്ന് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അതായത് മുന്നോട്ടുള്ള സമയത്ത് ഇതിനൊരു മാർഗ്ഗരേഖ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു വിഷൻ ഡോക്യുമെൻ്റ്, കൂടാതെ ഇത്തരം വിഷയങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഈ ക്ഷേത്രങ്ങളെ ഈ അവിശ്വാസികളിൽ നിന്ന് എങ്ങനെ സംരക്ഷിച്ച് വിശ്വാസികൾ കയ്യിൽ ഏൽപ്പിക്കാം, ഇത്തരത്തിലുള്ള തീരുമാനം ഉണ്ടായേ മതിയാകൂ. എന്തായാലും അത്തരത്തിൽ വളരെ ശക്തമായ രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഉണ്ടാവുക. അതിനുവേണ്ടി നമ്മുടെ സെമിനാർ തന്നെ 3ആയിട്ട് നമ്മൾ ഭാഗിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ അറിയിച്ചതാണ്. അതായത് വിശ്വാസത്തിൻ്റെ കാര്യം, രണ്ടാമത് വികസനം, വിശ്വാസത്തെ അധിഷ്ഠിതമാക്കിക്കൊണ്ടുള്ള വികസനം, അതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള സംരക്ഷണം, അതാണ് നമ്മുടെ ടാഗ് ലൈൻ. അതായത് ശബരിമല ഇന്ന് സംരക്ഷിക്കപ്പെടേണ്ട ഇടമായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് അത്തരത്തിൽ ഉള്ള ശക്തമായ ഇടപെടലിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളും നിയമ സംവിധാനങ്ങളെക്കുറിച്ചും, അതല്ലെങ്കിൽ പൊതുജനങ്ങളെ കൂട്ടിക്കൊണ്ട് അതായത് ദേവസ്വം ബോർഡും കേരള സർക്കാരും ഈ ഭക്തജനങ്ങൾക്ക് അനുസൃതമായിട്ട് ശബരിമല ക്ഷേത്രമല്ല എല്ലാ ക്ഷേത്രങ്ങളും കാര്യമായിട്ട് നോക്കുന്നില്ല, സംരക്ഷിക്കുന്നില്ല എങ്കിൽ അത് ഭക്തജനങ്ങളെ എടുക്കേണ്ട സ്ഥിതിയാണ്. കാരണം ഇതെല്ലാം ഇവർ ചെലവാക്കുന്ന ഓരോ നയ പൈസയും, അതല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മൾ ദർശിക്കുന്ന ഓരോ ദ്രവ്യങ്ങളും, ഇതെല്ലാം ഈ ഭാരതത്തിൽ മാത്രം ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാരുടെ സമർപ്പണമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള സമർപ്പണമാണ് ഇന്നിപ്പോൾ അവർ ശീതീകരിച്ച പന്തലും അതുപോലെ തന്നെ ഭക്ഷണവും. നമുക്കറിയാം, ആ ചിത്രം തന്നെ മാധ്യമങ്ങളിൽ ഞാൻ കണ്ടൊരു ചിത്രമുണ്ട്, വളരെ ദയനീയമാണ്. അതായത് ശീതീകരിച്ച വളരെ വിലപിടിപ്പുള്ള ജർമ്മൻ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ള ഒരു പന്തൽ ഒരു സൈഡിലാണെങ്കിൽ തൊട്ടടുത്ത് ശബരിമലയുടെ വിശ്വാസത്തിനനുസരിച്ചിട്ടുള്ള ബലിത്തറകൾ നമ്മൾ കാണുന്നുണ്ട്. ആ ബലിത്തറകളിൽ ഇരുന്ന് ഭക്തർ ബലിയിടുന്നത് നിങ്ങളിത് രണ്ടും ഒരേ ചിത്രത്തിൽ ഞാൻ കണ്ടു. ഒരു സൈഡിൽ ബലിത്തറയിൽ വളരെ നിലത്തിരുന്ന് ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബലിയേൽപ്പിക്കുന്ന സാധാരണക്കാരായ ഭക്തന്മാരും ഇപ്പറേ ശീതീകരിച്ച പടുകൂറ്റൻ പന്തലുകളുമാണ്. ഇത് വളരെ വ്യക്തമായൊരു ചിത്രമാണ് ഇവർ കേരളത്തിൽ നൽകുന്നത്, ഭക്തജനങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം വിഷയങ്ങളായിരിക്കും പ്രധാനമായിട്ട് അവിടെ ചർച്ച ചെയ്യുക. കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയങ്ങളെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് രാവിലെ നടക്കുന്ന സെമിനാറിൽ ഞാൻ ഈ പറഞ്ഞ 3 വിഷയങ്ങൾക്ക് ചർച്ച ചെയ്യും. അത് നമ്മൾ ചർച്ചയുടെ സമയം വർദ്ധിപ്പിച്ചു. നേരത്തെ നമ്മൾ പറഞ്ഞത് രാവിലെ 9 മണി 10 മണി രജിസ്ട്രേഷൻ, 10 മുതൽ 1 വരെ സെമിനാർ ആണെങ്കിൽ ആ 1 വരെയുള്ള സെമിനാർ നമ്മൾ 3 മണി വരെ ആക്കി നീട്ടി. ഇന്നത്തെ ഈ സമയത്ത് ആളുടെ അഭിപ്രായം അറിയാനും തീരുമാനങ്ങൾ എടുക്കേണ്ടതിനും ഒരു ആവശ്യകത വർദ്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സെമിനാറിൻ്റെ സമയം 1 മണിക്ക് അവസാനിക്കുന്നവരെ 3 മണി വരെ നീട്ടിയിരിക്കുന്ന കാര്യം കൂടി ഞാൻ അറിയിക്കാൻ ഉദ്ദേശിക്കുകയാണ്.